ഹലോ ഗായ്സ്, ഞാൻ ആര്യ. നെസ്റ്റ് ഓഫ് ഋതു എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച പടവലങ്ങ കറിയാണ്. നമ്മുടെ പറമ്പിൽ നമുക്ക് ചെറിയൊരു കൃഷിയുണ്ട്. അതിൽ നിന്ന് പടവലങ്ങ വിളവെടുത്തിട്ടാണ് ഇന്ന് നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ കറിക്ക് ആവശ്യമായിട്ട് അവിടെ നിന്ന് 3 പടവലങ്ങയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. നമുക്കിനി കറി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. പടവലങ്ങയെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പിഴുപുളിയും ചെറിയൊരു ഉണ്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു എടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് നമ്മുടെ തേങ്ങ വറുത്തെടുക്കാവുന്നതാണ്. ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഇട്ട് നമ്മുടെ തേങ്ങയുടെ കളറ് മാറി വരുന്നത് വരെ അത് അടിക്കൊന്നും പിടിക്കാതെ കൈവിടാതെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഈ കളർ ആകുന്നിടം വരെ നമുക്ക് അതിനെ ഇളക്കിയെടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ തേങ്ങ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും നമുക്കിതിലേക്ക് ചേർത്ത് ഒരു 2 മിനിറ്റ് നേരം അതിൻ്റെ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിനെ നമ്മുടെ മിക്സി ജാറിലേക്ക് മാറ്റി എണ്ണ തെളിഞ്ഞ് വരുന്നിടം വരെ അരച്ചെടുക്കാവുന്നതാണ്. ശേഷം പാകം ചെയ്യാനുള്ള പാത്രം അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് എണ്ണയും ചേർത്ത് ചൂടാക്കി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന കുഞ്ഞുള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാവുന്നതാണ്. വഴറ്റുന്ന സമയത്ത് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വഴന്നു വരും. നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമുണ്ട്. കുഞ്ഞുള്ളി നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പടവലങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പടവലങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം നമുക്ക് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് അതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന നമ്മളുടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പൊടിയുടെ അളവെല്ലാം നിങ്ങൾ എടുത്തിരിക്കുന്ന പടവലങ്ങയുടെ അളവിനെ അനുസരിച്ചിരിക്കും. ശേഷം നമുക്ക് വേകാൻ പാകത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമുക്കിത് വേകാൻ വയ്ക്കാവുന്നതാണ്. നിങ്ങൾക്ക് വെള്ളത്തിൽ വേവിച്ചെടുക്കുകയോ അല്ലെങ്കിൽ എണ്ണയിൽ തന്നെ പടവലങ്ങ വേവിച്ചെടുക്കുകയോ ചെയ്യാം. നമ്മളിവിടെ വെള്ളത്തിലാണ് വേവിച്ചെടുക്കുന്നത്. അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. എങ്കിലും ഇടയ്ക്ക് വെള്ളത്തിൻ്റെ അളവെല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പടവലങ്ങ വെന്ത് വന്നതിന് ശേഷം നമ്മൾ വറുത്ത് അരച്ച് വെച്ചിരുന്ന നമ്മുടെ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളുടെ മിക്സി ജാറ് തന്നെ കഴുകി അതിൻ്റെ വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അരച്ച് വെച്ചിരുന്ന തേങ്ങയും പടവലങ്ങയും എല്ലായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കി വെള്ളത്തിൻ്റെ അളവ് നോക്കുക. കറിക്ക് എത്രമാത്രം വെള്ളമാണോ വേണ്ടത് അതനുസരിച്ച് വെള്ളം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന നമ്മുടെ പുളി വെള്ളമാക്കി അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പുളിവെള്ളവും ചേർത്തിളക്കിയതിന് ശേഷം നന്നായിട്ട് യോജിപ്പിച്ച് നമുക്ക് ഒരു 3 മിനിറ്റ് നേരത്തേക്ക് ഇതിനെ അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. ഈ സമയം നിങ്ങൾക്ക് കറിക്ക് ആവശ്യമായി ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് തിളപ്പിക്കാവുന്നതാണ്. വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടാകും. ഈ സമയത്തേക്ക് നമുക്ക് കടുക് താളിച്ച് കൊടുക്കാവുന്നതാണ്. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിന് ആവശ്യമായിട്ടുള്ള എണ്ണയും ചേർത്ത് അതിലേക്ക് കടുകും അതുപോലെ തന്നെ ഉലുവയും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉലുവ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക, അധികം ചേർത്ത് കൊടുക്കാതിരിക്കുക. കൂടെ തന്നെ വറ്റൽമുളക് അരിഞ്ഞതും കറിവേപ്പിലയും നമുക്ക് ചേർത്ത് കൊടുത്ത് താളിച്ച് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറിയിലേക്ക് താളിച്ചത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം ഉപയോഗിക്കുക. എന്നാൽ മാത്രമേ ആ കടുക് താളിച്ചതിൻ്റെ ഒരു മണവും ഗുണവും നമ്മുടെ കറിക്ക് ലഭിക്കുകയുള്ളൂ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള തേങ്ങ വറുത്തരച്ച പടവലങ്ങ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോയും എൻ്റെ ചാനലിലെ മറ്റെല്ലാ വീഡിയോസും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിരിക്കുക. എൻ്റെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി ഒന്ന് ഓർത്തേക്കുക.